പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് കരയുക എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇതില് കരയാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് കൈവക്കിയ വളരെ എളുപ്പമുണ്ട്. കരയാത്തവര് എല്ലാവരും കരഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയും. നിങ്ങൾ മാണിക്കല്ലുകളെ കരഞ്ഞിട്ടുണ്ടോ? കരയാത്ത ആരെങ്കിലും ഉണ്ടോ? കരിങ്കല്ല് പോലും കരഞ്ഞിട്ടുണ്ട് എന്നല്ലേ ചരിത്രം? അല്ലേ? കരിങ്കല്ല് പോലും കരഞ്ഞിട്ടുണ്ട്. ഈ ദുനിയാവിലേക്ക് വരുമ്പോ നമുക്ക് ജീവനുണ്ട് എന്ന് തിരിച്ചറിയുന്നത് രണ്ട് കാര്യത്തിലൂടെയാണ്. അല്ലേ? ഏതൊക്കെയാണത്? ഒന്ന് കരയുക. കരഞ്ഞാൽ പുറത്തേക്കുന്നവർക്ക് മനസ്സിലാവും, സമാധാനമായി. കുട്ടി ആണായാലും ഇല്ല, പെണ്ണായാലും ഇല്ല, ജീവനുണ്ടെന്ന് ഉറപ്പായി. അല്ലെങ്കിൽ പിന്നെ അറിയുന്നത് അനങ്ങുമ്പോഴാണ്. അല്ലേ? ഈ രണ്ട് കാര്യങ്ങളാണ് ജീവന്റെ അടയാളമായിട്ട് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. മാത്രമല്ല, ഈ ദുനിയാവിലേക്ക് വരുമ്പോ നമ്മളൊക്കെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. പക്ഷേ നമ്മുടെ വരവും കാത്തിരിക്കുന്ന നമുക്ക് ചുറ്റുഭാഗമുള്ളവർ ചിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷായി. എന്നാൽ മുഅ്മിനുകളെ, നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ കരയുന്നൊരു ഘട്ടമുണ്ട്. നാം തിരിച്ചു പോകുമ്പോ മഹാനായ കവി പറയുകയാണ്, നിന്റെ ചുറ്റുഭാഗത്തുള്ളവരെയൊക്കെ കരയിപ്പിച്ചുകൊണ്ട് നീ പോകുമ്പോ തിരിച്ചു പോകാൻ കഴിയണം. പുഞ്ചിരിക്കുന്ന മുഖവുമായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കഴിയണം. അതിനുവേണ്ടി നീ പരിശ്രമിക്കണേ. മുഅ്മിനുകളെ, അല്ലാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. എന്ത് നല്ല മരണമാണത്! പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുന്ന എത്രയോ മയ്യത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ടുള്ള സന്തോഷത്തോടെയുള്ള ചിരിയാണ്. ആ പുഞ്ചിരിക്കുന്ന ഘട്ടത്തിലാണ് റൂഹങ്ങ് പിരിഞ്ഞു പോകുന്നത്. ആ പുഞ്ചിരിയാണ് നമ്മൾ കാണുന്നത്. അല്ലാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ, അങ്ങനെയുള്ള മരണം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനുകളെ, കരച്ചിൽ 10 തരത്തിലുണ്ട് എന്നാണ് മഹാനായ തഴ ഉസ്താദ് പദ്യരൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഞാനത് വളരെ വേഗത്തിൽ അങ്ങോട്ട് വായിച്ച് പദ്യം ചൊല്ലിപ്പോവുകയാണ്. കരച്ചിൽ ഹബീബേ 10 രീതിയിലുണ്ട് എന്നുള്ളതും സഅദയിലുണ്ട്. സന്തോഷമായാൽ കരയുന്നതാണ് അതിലൊന്ന്, സന്താപമായാൽ കരയുന്നതാ മറ്റൊന്ന്. തണുപ്പുള്ളതാണാദ്യം പറഞ്ഞതിലുള്ളത്, ചൂടുള്ളതാ രണ്ടാമതിൽ ഒലിക്കുന്നത്. റളിയല്ലാഹു നബിയോടൊത്ത് ഹിജ്റത്തിന് അനുവാദം വരും സമയത്ത് സന്തോഷമാൽ കരയുന്നതും ഞാൻ കണ്ടതാ എന്നുള്ളതും മകൾ ആയിഷ പറയുന്നതാ. ഭയം കൊണ്ട് കരയും, അലിവിനും കരയുന്നതാ. അലമിന്റെ പേരിലും അഥവാ വേദനയുടെ പേരിലും ഹുബ്ബിലും കരയുന്നതാ. സ്നേഹം കൊണ്ട് കരയും. കരച്ചിൽ കണ്ടിതേഴാമത്തതാ. ഒരാൾ കരയുന്നത് കണ്ടാൽ കരയും. അതുപോലെ തന്നെ വിശപ്പിനാൽ കരയുന്നതാ. നല്ല വിശപ്പുണ്ടാകുമ്പോ കരയും. കള്ളത്തരത്തിലുമുണ്ട് കരച്ചിൽ, പിന്നെ നിഫാസിലും കാപട്യക്കരച്ചിലുണ്ട്. ഇതിനൊക്കെയും മിസൈലുള്ളതാ ഗ്രന്ഥത്തിലും. ഇതിനൊക്കെ ഉദാഹരണമുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് നമ്മളതൊന്നും ഉദാഹരിക്കുന്നത്, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. മുഅ്മിനുകളെ, നാം എന്തിനു വേണ്ടി കരഞ്ഞാലും ആ കരച്ചിൽ ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ വെറുതെയാകുമല്ലോ. നാം ആലോചിക്കണം, നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു പോയി, അതിന്റെ പേരിലാണ് നമ്മൾ കരഞ്ഞതെങ്കിൽ അത് വെറുതെയായി എന്ന് മാത്രമല്ല, അലമുറയത്ത് കൊണ്ടാണ് ഒരു മയ്യത്തിന്റെ പേരിൽ കരയുന്നത് എങ്കിൽ ആ കാരണത്താൽ മയ്യത്തിനെ ശിക്ഷിക്കപ്പെടുമെന്നല്ലേ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഓർത്ത് കരഞ്ഞു, എന്ത് കാര്യം തിരിച്ചു കിട്ടുമോ? പരാജയത്തിന്റെ പേരിൽ കരഞ്ഞു, ജയിക്കാൻ കഴിയുമോ?
മറ്റെന്തെങ്കിലും ദുന്യവിയായ കാര്യത്തിന് വേണ്ടി കരഞ്ഞാൽ ആ കരച്ചിലൊക്കെ വെറുതെയാണ്. മറിച്ച് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് കരഞ്ഞാൽ മാത്രമേ മുഅ്മിനുകളെ അത് ഫലമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് ഉറ്റി വീഴുന്ന കണ്ണുനീർ തുള്ളികൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ് വീണ കണ്ണുനീർ തുള്ളികളാകണം. അതിന് കഴിയണം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മർസുഖ്നി ഐനൈനി ഹസ്വാലതൈൻ. നിറ കണ്ണുനീരൊഴുകുന്ന രണ്ട് കണ്ണെനിക്ക് തരണമേ. നിന്നെ കുറിച്ചുകൊണ്ട് തസ്ബിയാനിൽ ഖൽബ് ബിദുറൂഖി السمع من خشيتك قبل أن تكون الدموع دما والأضراس جمرا. അല്ലാഹുവേ നിന്നെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാൻ കഴിയുന്ന കണ്ണെനിക്ക് താ റബ്ബേ. എപ്പോ قبل أن تكون الدموع دما, എന്റെ കണ്ണുനീർ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾക്ക് പകരം രക്തമൊഴുകുന്ന ഒരവസ്ഥ വരാനുണ്ടല്ലോ. എന്റെ അണപ്പല്ലുകളൊക്കെ തീജ്വാലയായി വരുന്ന ഒരു ഘട്ടം എനിക്ക് വരാനുണ്ടല്ലോ. അതേ നരകം. അവിടെ വെച്ചുകൊണ്ട് കരയുന്നതിന് മുമ്പ്, അവിടെ വെച്ച് കരയുന്നതിന് മുമ്പ്, അവിടെ വെച്ചുകൊണ്ട് സങ്കടപ്പെട്ടത് കൊണ്ട് കാര്യമില്ലല്ലോ റബ്ബേ. അതുകൊണ്ട് ആ ഒരവസ്ഥ വരുന്നതിന്റെ മുമ്പ് ദുനിയാവിൽ നിന്നെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാനുള്ള കണ്ണെനിക്ക് തരണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുവിനെ ഓർത്ത് കരയാനുള്ള കണ്ണ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അത്തരത്തിലുള്ള കണ്ണുനീർ തുള്ളികളും അല്ലാഹു നമുക്ക് തരട്ടെ. മുഅ്മിനുകളെ, നമ്മുടെ കണ്ണ് എപ്പോഴെങ്കിലും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, കണ്ണുനീരൊലിച്ചിട്ടുണ്ടെങ്കിൽ അത് ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടിയായിരിക്കും. ഒരു സംശയമില്ല. ദുനിയാവിലെ പല കാര്യങ്ങൾക്ക് വേണ്ടി, എന്തിനേറെ ഒരു കാര്യവുമില്ലാത്ത സിനിമ സീരിയൽ പോലും കണ്ടിട്ട് അതിലെ അഭിനയം കണ്ട് അവർ കള്ള കണ്ണീരൊഴുക്കിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ കരയുമ്പോ, കരഞ്ഞഭിനയിച്ചതിന്റെ പേരിൽ അവർ സവാദുകളും സമ്മാനങ്ങളും പാരിതോഷികങ്ങളുമെല്ലാം അവരെ തേടിയെത്തുമ്പോ നമ്മൾ ഒരുപാട് കരഞ്ഞതിന്റെ പേരിൽ അവർ ഹീറോകളായി മാറിയെങ്കിൽ നമ്മളെന്താ നേടിയത്? മുസ്ലിങ്ങളെ നേടിയത് ആ കണ്ണുനീര് നരകത്തിലേക്ക് പോകാനുള്ള കണ്ണുനീരാണ്. അല്ലാഹു പുറത്തു തരട്ടെ, അല്ലാഹു മാപ്പ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വമൻ വകറ റബ്ബൽ മുഖൈമീന ഖാലിയാ ഫഫാലത് ബിഹി ഐനാഹു ഖൗഫന ഖാലി. ഒഴിഞ്ഞിരുന്നു കൊണ്ട് അല്ലാഹുവിനെ ഓർത്ത് ആരെങ്കിലും കരഞ്ഞാൽ അങ്ങനെ അവന്റെ രണ്ട് കണ്ണുകൾ നിറയുകയാണ്, ഒഴുകുകയാണ്. അല്ലാഹുവേ, ഞാൻ അങ്ങ് മരിച്ചു പോയാൽ ഞാൻ അനുഭവിക്കേണ്ടുന്ന അദാബുകൾ എന്തൊക്കെയാ? ഖബർ ജീവിതം ഞാൻ ഒറ്റയ്ക്ക് കിടക്കണമല്ലോ. അത് കഴിഞ്ഞ് മഹ്ശറിൽ തലക്ക് മീതെ സൂര്യൻ കത്തി നിൽക്കുമല്ലോ. അത് കഴിഞ്ഞ് സിറാത്ത് പാലം കടക്കണമല്ലോ. അത് കഴിഞ്ഞൊരു മറ്റ് നരകത്തിൽ വീഴുമല്ലോ. ഇതേത് സമയവും സംഭവിക്കാവുന്ന എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന നിമിഷങ്ങളല്ലേ. എന്ത് കണ്ടാണ് ഞാൻ അഹങ്കരിക്കുന്നത് എന്ന് ചിന്തിച്ചേതെങ്കിലും ഒരു വിശ്വാസി കരഞ്ഞാൽ അതിന്റെ പേരിൽ അല്ലാഹു അവന് അർശിന്റെ തണൽ നൽകുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം. ലാ യജിദുന്നാറ ബക്റജുൻ, ഒരു പുരുഷനും ബക്കാമിൻ ഖസിയത്തില്ല, അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞിട്ടില്ല. ഹത്താ യഊദൽ ലബനു ഫിൽ റഅ, പാല് അകിടിലേക്ക് തിരിച്ചു കയറിയാൽ പോലും അത് സംഭവ്യമല്ല. എന്നാൽ മുഅ്മിനുകളെ, ഇതുപോലെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നരകത്തെ പേടിച്ചുകൊണ്ട് ഒന്ന് കരഞ്ഞാൽ അതിന്റെ പേരിൽ അവനൊരിക്കലും നരകത്തിലേക്ക് പോകേണ്ടി വരില്ലെന്ന് മുത്ത് റസൂലുള്ളാഹി. സഹാബത്ത് ചിലപ്പോഴൊക്കെ തീ കത്തിച്ച് പിടിച്ചുകൊണ്ട് കൈപൊള്ളിക്കുമായിരുന്നു.
തീയിന്റെ ചൂടിന്റെ ജ്വാല അറിയാൻ വേണ്ടി എന്നിട്ടിരുന്ന് കരയും, അല്ലാഹുവേ ഇതിനേക്കാളും 69 ഇരട്ടി പവറുള്ള തീയാണല്ലോ നരകത്തിലൊരുക്കി വെച്ചിരിക്കുന്നത്, അതെങ്ങനെയാണ് എനിക്ക് സഹിക്കാൻ കഴിയുക എന്നോർത്ത് അവർ കരഞ്ഞിട്ടുണ്ട്. മുഅ്മിനുകളെ ഒന്നോർക്കുക, ഈ ശരീരം വെന്ത് ഒരുകുന്നതിനെ കുറിച്ച് ഓർക്കുക. പലരും നമ്മൾ കണക്കുകൂട്ടലുകൾ നടത്തി പലപ്പോഴും കരഞ്ഞവരല്ലയോ? എന്നാൽ നരകത്തെ ഓർത്ത് നാം എപ്പോഴെങ്കിലും കരഞ്ഞോ? മഹാനായ ദാവൂദ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് നടത്തിയ മുനാജാത്ത് നമുക്ക് കിതാബുകളിൽ കാണുന്നുണ്ട്. അള്ളാഹുവോട് നടത്തിയ സംഭാഷണം. അതിൽ മഹാനവറുകൾ ചോദിക്കുന്നു, ഇലാഹി അല്ലാഹുവേ മാ ജസാഉ മൻ ബകാ മിൻ ഖശിയതിക, നിന്നെ പേടിച്ച് കരഞ്ഞവർക്കുള്ള കൂലി എന്താണ് അല്ലാഹ്? നിന്നെ പേടിച്ചുകൊണ്ട് കരഞ്ഞവർക്കുള്ള കൂലി എന്താണ്? ഉടനെ അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്, അല്ലയോ ദാവൂദ് നബിയേ, ജസാഉഹു അൻ ഉഹദ്ദിമ വജ്ഹഹു അലന്നാർ, അവനെ ഞാൻ നരകത്തെ തൊട്ട് നിഷിദ്ധനാക്കും, അവനെ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും ദാവൂദ് നബിയേ. മാത്രമല്ല മഹ്ശർ വൻസഭയിൽ ഭീതി നിറഞ്ഞ ആ ലോകത്ത് അവന് സമാധാനവും വിജയവും സന്തോഷവും നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുത്തതായി കാണാം. മുഅ്മിനുകളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 3 കണ്ണുകൾ നരകത്തിൽ പോവുകയില്ല. 3 കണ്ണുകൾ എന്ന് പറഞ്ഞാൽ 3 കണ്ണിനുടമകൾ. ഏതൊക്കെയാണ് ആ 3 കണ്ണ്? 3 കണ്ണുകൾ നരകം പ്രവേശിക്കുകയില്ല. ഒന്ന് ഹറാമിനെ സൂക്ഷിച്ച് നടന്ന കണ്ണാണ്. മോശമായത് കാണാതെ കണ്ണടച്ച് പിടിച്ച, എനിക്കത് കാണണ്ട, ഞാനത് കണ്ടാൽ അല്ലാഹുവിന് കോപമാകുമല്ലോ എന്ന് പേടിച്ച് ഹറാമ് കാണാതെ കണ്ണടച്ച് പിടിച്ചവരുണ്ടോ? അവർക്ക് അല്ലാഹുവിന്റെ നരകം അതിൽ നിന്ന് രക്ഷയുണ്ട്. രണ്ടാമത് പറയുന്നു, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈ പരിശുദ്ധ മതത്തിന്റെ കാവൽക്കാരനായി യുദ്ധക്കളത്തിൽ മറ്റും ദീനിന് വേണ്ടി ഉറക്കമൊഴിച്ചവർ, ലൈലത്തുൽ ഖദ്റിനെ കാത്തിരുന്നുറക്കമൊഴിച്ചവർ, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഇരുന്നു കൊണ്ട് ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്തവരൊക്കെ, അവരെയും നരകം സ്പർശിക്കുകയില്ല. മൂന്നാമത്തെ വിഭാഗം അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകളാണെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ മഹാനായിരുന്നല്ലോ ഔസാഇ തങ്ങൾ. മഹാനവറുകൾ പലപ്പോഴും രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പായ നനഞ്ഞ് കുതിരാറുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അയൽപക്കത്തുള്ള ഒരു പെണ്ണ് കടന്നു വന്നപ്പോ ഔസാഇ തങ്ങളുടെ ഭാര്യ ആ പായ എടുത്ത് മാറ്റുന്നത് കാണുന്നു. അപ്പോൾ ചോദിച്ചു, അല്ല പെണ്ണേ, ഇങ്ങനെ നനഞ്ഞു കുതിരാൻ മാത്രം നിന്റെ മക്കൾ മൂത്രമൊഴിച്ചുവെങ്കിൽ ആ മക്കളെ നീ അത് ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ അവരെ രാത്രിയിൽ വിളിച്ച് മൂത്രമൊഴിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ ഔസാഇ തങ്ങളെ ഭാര്യ പറഞ്ഞുവത്രേ, അല്ലയോ സഹോദരി, ഇതെന്റെ മക്കൾ മൂത്രമൊഴിച്ചതല്ല, മറിച്ച് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പാതിരാവിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുമ്പോ അല്ലാഹുവിന്റെ ശിക്ഷയെ ഓർത്ത് കരഞ്ഞ് ഒലിച്ച കണ്ണുനീർ തുള്ളികൾ കൊണ്ട് നനഞ്ഞതാണ് ഈ പായയെന്ന് ഔസാഇ തങ്ങളുടെ ഭാര്യ പറഞ്ഞതായി കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ കരഞ്ഞിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, കരച്ചിലെന്ന് പറഞ്ഞാൽ അത് ഭീരുക്കളുടെ സ്വഭാവമാണെന്ന്. അല്ല മുഅ്മിനുകളെ, ഭീരുക്കളുടെ സ്വഭാവമല്ല, ധീരന്മാരും കരയാറുണ്ട്. അള്ളാഹുവിനെ ഓർക്കുമ്പോ നാമൊക്കെ എവിടെയാ മുഅ്മിനുകളെ? അള്ളാഹുവിന്റെ മുമ്പിൽ ഓർത്ത് കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരുടെ മുമ്പിലാണ് നാം കരയുക? നോക്കൂ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്, മഹാനവറുകൾ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ വഹുവ യുസല്ലി, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ തേങ്ങി കരയുന്നുണ്ട്. തേങ്ങലിങ്ങനെ കേൾക്കാമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണുന്നുണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളാവട്ടെ സഹാബത്താവട്ടെ അവർ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ദുനിയാവിനെ കുറിച്ച് ഓർത്തവർ കരഞ്ഞിട്ടേ ഇല്ല എന്നതാണ് അവരുടെ പ്രത്യേകത.
മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇമാം നിൽക്കുവാൻ വേണ്ടി ഉപദേശിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്താണ്? അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ പിതാവ് റജുലുൻ റഖീഖ്, വളരെ മനസ്സിലോലമായ ആളാണ്. ഇദാ ഖറഅൽ ഖുർആന ഗലബഹുൽ ബുക്കാ, ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ എന്റെ പിതാവ് കരയുമല്ലോ നബിയേ. അതുകൊണ്ട് ആളുകൾക്ക് ഇമാം നിൽക്കാൻ, ഖുർആൻ ഓതി തീർക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല നബിയേ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിയോട് പറഞ്ഞതായി ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. അവരൊക്കെ കരഞ്ഞത് ദുനിയാവിന് വേണ്ടിയല്ലല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞിട്ട് കണ്ണുനീർ തുള്ളികൾ ഒഴുകി രണ്ട് കൺതടത്തിലും ചാല് രൂപാന്തരപ്പെട്ടിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പാതിരാ സമയത്ത് പള്ളിയിൽ ഇരുന്നുകൊണ്ട് കരയുകയാണ്. എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടുണ്ട്, പക്ഷേ ഉസ്മാൻ എന്നവർ പോയിട്ടില്ല. ഉബാദത്ത് ബിൻ സാമിത് എന്നവർ ചെന്ന് ചോദിക്കുന്നു, അല്ലയോ ഉസ്മാൻ എന്നവരെ, എന്തിനാണ് പാതിരാ സമയത്ത് അങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ തങ്ങൾ തന്റെ നെഞ്ച് ചുമരിനോട്, മദീന പള്ളിയുടെ ചുമരിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തേങ്ങിക്കരഞ്ഞിട്ട് പറയുന്നു, ഹാദാ മക്കാനുല്ലദീ അഖ്ബറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു യറാ ഫീ ജഹന്നം. അല്ലയോ ഇബാദത്തെ, ഈ സ്ഥലമറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ നരകം കണ്ടിട്ട് നമുക്ക് വിശദീകരിച്ച് തന്നത് ഈ ചുമര് ചാരി നിന്നിട്ടാണല്ലോ. അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ആ നരകത്തെ പേടിച്ചാണ് ഞാൻ കരയുന്നതെന്ന് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എപ്പോഴും പറയാറുണ്ട്, അന്നീ കബുശിയൽബഹുനി അബിലി ഫയഅകുലൂന ലഹ്മി. അല്ലാഹുവേ, എന്നെ എന്തിനാണ് നീ ഒരു മനുഷ്യനാക്കി പടച്ചത്? ഒരാളാക്കി പടച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബക്കാർ എന്നെ അറുത്ത് പഠിക്കുമായിരുന്നല്ലോ. നാളെ മഹ്ശറിൽ വരുമ്പോ കൂനൂ തുറാബാ, നിങ്ങളൊക്കെ മണ്ണായി പോകൂ എന്ന് പറഞ്ഞ് മനുഷ്യരല്ലാത്ത മറ്റു ജീവജാലങ്ങളോട് അള്ളാഹു നിർദ്ദേശം കൊടുക്കുമ്പോ എനിക്ക് വിചാരണ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ എന്നോർത്തുകൊണ്ട് പലപ്പോഴും കരഞ്ഞിരുന്ന ഖബർ കണ്ടാൽ ബോധം നഷ്ടപ്പെടുമാറ്, താടിരോമങ്ങൾ നനഞ്ഞ് കുതിരുമാറ് കരഞ്ഞിരുന്ന ഉസ്മാൻ തങ്ങളെ പോലെയുള്ളവർ ആരാണ് അവരൊക്കെ എന്നറിയുമോ? അള്ളാഹു സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകിയ 10 മഹാന്മാരിൽ മൂന്നാമനാണല്ലോ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് തങ്ങളോട് പറയുന്നു, ഇബ്നു മസ്ഊദ് തങ്ങളെ ഖുർആൻ ഓതുമോ? ഞാനൊന്ന് കേൾക്കട്ടെ. അങ്ങയുടെ നാവിൻ തുമ്പിൽ നിന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു, ഒന്ന് ഓതുമോ എന്ന് പറഞ്ഞപ്പോ അഖറഉ അലൈക വഅലൈക ഉൻദിൽ, അല്ലയോ നബിയെ, ഞാൻ അങ്ങേക്ക് ഓതിത്തരണോ? അങ്ങയുടെ പേരിലല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഓതുക, ഞാനത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾ ഓതി. അങ്ങനെ സൂറത്തുൻ നിസാഇലെ വചനം 41 എത്തിയപ്പോൾ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. നാളെ മഹ്ശർ വൻസഭയിൽ വെച്ച് ഈ ഉമ്മത്തിന്റെ മേൽ സാക്ഷിയായി അങ്ങേ കൊണ്ടുവരുന്ന രംഗമുണ്ട്. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നബിയോട് ചോദിക്കുന്ന വചനമാണ്. ആ വചനം അങ്ങെത്തിയപ്പോൾ നബി തങ്ങൾ തേങ്ങി കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഹസ്ബുക ഹസ്ബുക, മതി 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 എന്ന് പറഞ്ഞ് നബി തങ്ങൾ തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നബിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ നബി തങ്ങൾ തേങ്ങി കരഞ്ഞ് രണ്ട് കണ്ണിൽ നിന്നോ കണ്ണുനീര് ധാരയായി ഒഴുകുന്നത് ഞാൻ കണ്ടു എന്ന് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനുകളെ, നരകത്തെ കുറിച്ച് ഓർത്ത് പേടിച്ച് കരയാൻ കഴിയുന്ന നിമിഷങ്ങളാണ് നമുക്ക് മുമ്പിലേക്ക് വരുന്നത്. മഹാനായ കഅബുൽ അഹ്ബാർ എന്നവർ പറയുന്നു, മൻ ബക്കാ മിൻ ദുനൂബിൻ ഗുഫിറ ലഹ്
പാപങ്ങളുടെ പേരിൽ ഒരാൾ കരഞ്ഞാൽ ആ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. നരകത്തെ കുറിച്ച് പേടിച്ചാണ് ഒരാൾ കരയുന്നതെങ്കിൽ നരകത്തിൽ നിന്ന് അല്ലാഹു രക്ഷ നൽകുന്നതാണ്. സ്വർഗം ആഗ്രഹിച്ചാണ് ഒരാൾ കരയുന്നതെങ്കിൽ, വലിയ വലിയ സ്വപ്നം കണ്ടുകൊണ്ട് അത് കിട്ടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ കരഞ്ഞില്ല മുഅ്മിനേ. എന്നാൽ സ്വർഗം മനസ്സിൽ കൊണ്ട് നടന്ന് അതിനു വേണ്ടിയൊന്ന് കരഞ്ഞാൽ അസ്കനഹുല്ലാഹു ഇയ്യാഹാ, അതിൽ അല്ലാഹു അവനെ താമസിപ്പിക്കുന്നതാണ്. നോക്കൂ മുഅ്മിനുകളെ, ഒരിക്കൽ മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, 2 കാര്യത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ കരയണേ. 2 കാര്യങ്ങൾ ചോദിച്ചു. ഏതാ നബിയെ 2 കാര്യം? വമൽ അളീമതാൻ, ഏതാണ് 2 കാര്യങ്ങൾ? അവിടെന്ന് പറഞ്ഞു, അൽ ജന്നതു വന്നാർ, അത് സ്വർഗമാണ്, നരകമാണ്. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ കരയുക. അതിനെക്കുറിച്ച് ആരെങ്കിലും സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നതെങ്കിൽ അവന് ഉറങ്ങാൻ കഴിയില്ല. നരകത്തെ പേടിച്ച് ജീവിക്കുന്നവന് അവനും ഉറങ്ങാൻ കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളം കരയുകയും നിങ്ങൾ കുറച്ച് മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു. വമാ തലസ്സതും ബിന്നിസാഇ അലൽ ഫുർശാത്ത്, കിടപ്പറയിൽ ഇണയുമായി നിങ്ങൾക്ക് കിടപ്പറ പങ്കിടാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. മറിച്ച് നിങ്ങളൊക്കെ എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും വലിച്ചെറിഞ്ഞ് വല്ല കുന്നിൻ തെരുവിലും പോയി നരകത്തെ പേടിച്ച് ഓടി അവിടെ ചെന്നിരുന്ന് നിങ്ങൾ കരയുമായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനുകളെ, മറ്റൊരു ഹദീസിൽ കാണാം, ലൗ യഅലമുൽ മർഉ മാ യഅതീഹി ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതം ഒരു വിശ്വാസി അറിഞ്ഞിരുന്നുവെങ്കിൽ മാ അകല അക്ലതൻ, അവൻ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. വലാ ശരിബ തുറബ, അവൻ ആസ്വദിച്ച് കുടിക്കാൻ കഴിയില്ല. ഇല്ലാ വഹുവ യബ്കി, അവൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. വയദ്രിബു അലാ ഖദ്രിഹി, തന്റെ നെഞ്ചിലടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനുകളെ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു വലിയ സമ്പന്നനാണല്ലോ. മഹാനവറുകളെ കുറിച്ച് ചരിത്രം പറയുന്നു, അദ്ദേഹം നോമ്പുകാരനായിരിക്കെ അദ്ദേഹത്തിനുള്ള നോമ്പ് തുറക്കുള്ള വിഭവമായിട്ട് ഭൃത്യൻ ചെന്നപ്പോൾ മഹാനവറുകൾ ഇരുന്ന് കരയുകയാണ്. എന്റെ കൂട്ടുകാരൻ മുസ്അബ് ഇബ്നു ഉമൈർ എന്നവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി പോയില്ലയോ? കോടീശ്വരനായിരുന്ന വലിയ ധനികനായിരുന്ന മുസ്അബ് എന്നവർ മരണപ്പെട്ടപ്പോൾ ജനാസ കഫൻ ചെയ്യാൻ തുണിയില്ലാതെ പ്രയാസപ്പെടും വിധം അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോയെങ്കിൽ എന്റെ കൂട്ടുകാരനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്ഷസാക്ഷിയായല്ലോ. അവിടുത്തെ ശരീരം പത്രത്തിൽ 70 ചില്ലാനം കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ അരികിലേക്ക് സ്വർഗത്തിലേക്ക് പാറി പറന്ന് പോയെങ്കിൽ ലഖദ് ഖശീനാ, തീർച്ചയായും ഞാൻ ഭയപ്പെടുകയാണ്. അൻതകൂന ഹസനാതുനാ ഉജ്ജിലതിലനാ, നമുക്കുള്ളതൊക്കെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു തന്നുവോ, പരലോകത്തിനിക്കൊരു നന്മയും ഉണ്ടാകില്ലേ എന്നോർത്തുകൊണ്ട് മഹാനവറുകൾ കരഞ്ഞിരുന്നു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. ആയതുകൊണ്ട് മുഅ്മിനുകളെ, നമുക്ക് മുമ്പിൽ ഒരു രംഗം വരാനുണ്ട്. അന്ന് നമ്മളൊക്കെ കരയുന്ന ഒരു രംഗമാണത്. നോക്കൂ, ആഖിറത്തിലാണ് ആ രംഗം വരാനുള്ളത്. ഇവിടെ നാം എത്ര സന്തോഷത്തോടെ കളിച്ച് പുളച്ച് ചിരിച്ച് മതിച്ച് നടന്നാലും നരകത്തിൽ ഇടപെടുന്ന ഒരു ഘട്ടമുണ്ട്. ഇടുങ്ങിയതായ ആ നരകമെന്ന ജയിലറയിൽ കൊണ്ടുപോയി നിറക്കുമ്പോ മുഖർറനീൻ, ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കൊണ്ടുപോയി നമ്മെ നിറക്കുമ്പോ
അവിടെ വെച്ച് നാശത്തിന് വേണ്ടി അതാ അലറിക്കരയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ പറയും ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദാ വദ്ഉ സുബൂറൻ കസീറാ. നിങ്ങൾ നശിക്കാൻ വേണ്ടി ഒരിക്കലല്ല ഒരുപാട് പറഞ്ഞു കരഞ്ഞോളൂ, പക്ഷേ നിങ്ങൾക്കിനി നാശമില്ല, നിങ്ങൾ ഈ ദുരിതം അനുഭവിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞ് നരകത്തിലിട്ട് കത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനുകളെ അല്ലാഹു പറയുന്നു ഫൽയൽഹഖൂ ഖലീലാ, നിങ്ങൾ കുറച്ച് കരയുക, കുറച്ച് തിരിക്കുക, ധാരാളമായി നിങ്ങൾ കരയണേ. 9-ാം അധ്യായം സൂറത്ത് തൗബ 82-ാം വചനത്തിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, കുറച്ച് ചിരിക്കണേ, കളിച്ചിരികൾ മതിയാക്കി അല്ലാഹുവിനെ ഓർത്ത് കരയാൻ നിങ്ങൾക്ക് കഴിയണേ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നോക്കൂ, ഒരുപാട് കരച്ചിലുകൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. മലക്കുൽ മൗത്ത് പോലും കരയുമെന്നാണ് ഹദീസിൽ കാണാം. അസ്റായീൽ അലൈഹിസ്സലാം കരയുന്ന രംഗത്തെ കുറിച്ച് പറയുന്നു. അല്ലാഹു ഈ ലോകം മുഴുവനും നശിപ്പിച്ചതിന് ശേഷം മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, ഇനി ആരെല്ലാം ബാക്കിയുണ്ട്? അപ്പോൾ പറയും, ഞാനുണ്ട്, നീയുമുണ്ട് അല്ലാഹുവേ. അപ്പോൾ അല്ലാഹു പറയുന്നത്രേ, എങ്കിൽ ഞാൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറയും, മരണത്തിന്റെ വേദന നീയും അനുഭവിക്കുക എന്ന് പറയുമ്പോ മലക്കുൽ മൗത്ത് അട്ടഹസിച്ച് കരയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാലല്ലദീന മിന്നാരി ലിഹസനതി ജഹന്നം, നരകത്തിൽ ഇടപെട്ട ആളുകൾ, നരകത്തിൽ പോയി കിടക്കുന്ന ആളുകൾ നരകത്തിൽ വെച്ച് കരയുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. അവരതാ നരകത്തിലെ ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ നമുക്കറിയാമല്ലോ, കുല്ലമാന വിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. ആ ശരീരം വെന്ത് ഉരുകി തീരുമ്പോ വീണ്ടും അതാ പുതിയ ശരീരം തന്ന് ഉരുക്കിക്കളയുമല്ലോ. അങ്ങനെ പുതിയ ശരീരം തന്ന് അങ്ങനെ ശിക്ഷകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ നരകത്തിലെ ശിക്ഷ സഹിക്കാതെ വരുമ്പോ നരകത്തിൽ കടക്കുന്ന ആളുകൾ അതാ ജഹന്നം, നരകത്തിന്റെ കാവൽക്കാരെ വിളിച്ച് പറയുകയാണ്, റബ്ബക്കും യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്. അല്ലയോ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളെ, അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ പറയുമോ? യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്. ഈ ശിക്ഷയിൽ നിന്ന് ഒരു ദിവസത്തെ പരോള്, ഒരു ദിവസത്തെ ഇടവേളയൊന്ന് തരാൻ പറയുമോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്ത വിധം അവർ അടക്കപ്പെട്ട് ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ അവസാനം പറയുന്നു, ഒരു ദിവസത്തെ ആശ്വാസം ഒന്ന് കിട്ടുവാൻ വേണ്ടി അല്ലാഹുവിനോടൊന്ന് പറയുമോ? ആ സമയത്ത് പറയുന്നു, വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. അവിടെ വെച്ചുകൊണ്ടുള്ള ആർപ്പുവിളി, അവിടെ വെച്ചുകൊണ്ടുള്ള അലറിക്കരച്ചിൽ അത് വെറുതെയാണ് മുഅ്മിനുകളെ, ഫലമുണ്ടാകില്ല കേട്ടോ, ഫലം ലഭിക്കില്ല കേട്ടോ. അവസാനം ഒരു ദിവസത്തെ ആശ്വാസം പോലും കിട്ടില്ലെന്ന് കാണുമ്പോ വീണ്ടും അതാ നരകത്തെ കാക്കുന്ന പ്രധാന മലക്കിനെ വിളിക്കുകയാണ്. വനാദൗ യാ മാലിക്, അല്ലയോ മാലിക് അലൈഹിസ്സലാം, അല്ലയോ നരകത്തെ കാക്കുന്ന മലക്കുകളുടെ നേതാവേ, ലിയംളി അലൈനാ റബ്ബുക്, അല്ലാഹുവിനോട് ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ച് തരാൻ പറയുമോ? ഒന്ന് ഞങ്ങളെ തീർത്തു തരാൻ പറയുമോ? അത് വല്ലാത്ത വാക്കാണ് മുഅ്മിനുകളെ. മാരക രോഗം ബാധിച്ചുകൊണ്ട് അസഹ്യമായ വേദന സഹിച്ചുകൊണ്ട് കഴിയുമ്പോ ചിലപ്പോഴൊക്കെ രോഗികൾ ബന്ധപ്പെട്ടവരോട് പറയാറില്ലേ, ചികിത്സിക്കുന്ന ഡോക്ടറോട് പറയാറില്ലേ, ഒന്ന് മരിപ്പിച്ചു തരുമോ, ഒന്ന് മരിപ്പിച്ചു തരുമോ?
എന്നോടൊരിക്കൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ ഡോക്ടറോടൊന്ന് പറ, വല്ല മരുന്നും തന്നെ കൊല്ലാൻ പറ, ഉമ്മാക്ക് സഹിക്കാൻ വയ്യ, എന്തൊരു വേദനയാ എന്തൊരു വേദനയാ എന്ന് പറഞ്ഞ് എന്റെ ഉമ്മ അലറിക്കരയുന്നു. ഉസ്താദേ എന്ന് പറഞ്ഞ മുഖം ഞാൻ ഓർക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള വേദനകൾക്ക്, സങ്കടങ്ങൾക്ക് ആശ്വാസം മരണമാണെങ്കിൽ, അത് മരണത്തോടെ അവസാനിക്കുമെങ്കിൽ, അള്ളാഹുവിന്റെ നരകത്തിൽ നമ്മെ കൊണ്ടുപോയി ഇടപെട്ടാൽ അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ മരണമില്ലല്ലോ മുഅ്മിനേ, മരണമില്ലല്ലോ മുഅ്മിനേ. മാലിക് അലൈഹിസ്സലാമിനോട് പറയുന്നു, അള്ളാഹുവിനോട് ഞങ്ങളെ ഒന്ന് മരിപ്പിച്ച് തരാൻ പറയുമോ മാലികേ? അപ്പോഴാണ് പറയുന്നത്, ഇല്ല ഇല്ല, നിങ്ങൾക്ക് ഇവിടെ കാലാകാലം താമസിക്കേണ്ടവരാണ്, നിങ്ങൾ ഇവിടെ കാലാകാലം വീട്ടിൽ അനുഭവിക്കേണ്ടവരാണെന്ന് അവിടുന്ന് വിളിച്ച് പറയപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, നരകമോചനത്തിന് വേണ്ടിയുള്ള 10 ദിവസങ്ങൾ അല്ലാഹു നമുക്ക് മുമ്പിൽ സമ്മാനിക്കുകയാണ്. ആ സമയത്ത് നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ നരകത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് പേടിച്ചുകൊണ്ട് കരയാൻ കഴിഞ്ഞാൽ തീർച്ചയായും ആ കണ്ണിനുടമയെ നരകം സ്പർശിക്കുകയില്ല, നരകത്തിൽ അവന് കിടക്കേണ്ടി വരില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 2 തുള്ളികളിലൊന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞു വീഴുന്ന കണ്ണുനീർ തുള്ളികളാണ്. അതിനുടമയെ അള്ളാഹുവിന് ഇഷ്ടമാണെന്നോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനുകളെ, നരകം കാത്തിരിക്കുകയാണ്. അതിന്റെ ഗൗരവം വളരെ വലുതാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ മദീന പള്ളിയിൽ നിന്ന് പറഞ്ഞു, ലൗ കാന ഫീ ഹാദൽ മസ്ജിദി മിഅതു അൽഫിൻ ഔ യസീദൂൻ. നമ്മുടെ ഈ പള്ളിയിൽ 1 ലക്ഷമോ അതിലധികമോ ആളുകളുണ്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ പറയുമ്പോ അത്ര വലിയ ജനക്കൂട്ടം അവിടെയില്ല. പക്ഷേ അത്രയും വലിയ, അതിനേക്കാളും വലിയ യസീദൂൻ, ലക്ഷങ്ങൾ ഈ പള്ളിയിൽ പങ്കെടുക്കും എന്നതിന്റെ സൂചനയാണ് അവിടെന്ന് പറയുന്നത്. നോക്കൂ, ഇന്ന് ലക്ഷങ്ങളല്ലേ മദീന പള്ളിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ പള്ളിയിൽ ലക്ഷക്കണക്കിനധികം ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയും നരകത്തിൽ നിന്നൊരാളെ കൊണ്ടുവന്ന് ആ ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് അയാളൊന്നൊരു ശ്വാസം അങ്ങ് വിട്ടാൽ, അയാളൊന്ന് ശ്വാസം വിട്ടാൽ ആ ലക്ഷക്കണക്കിന് ആളുകൾ തൽക്ഷണം കരിഞ്ഞു പോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തീയിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം മനുഷ്യനും കല്ലുമാണല്ലോ. നരകത്തീയിന്റെ ചൂടിനെ കുറിച്ച് ഖുർആൻ സൂറത്ത് തൗബയിൽ പറഞ്ഞത്, അത് വല്ലാത്ത കഠിനമായ ചൂടെന്നല്ലയോ. അതിന്റെ ചൂടിനെ കുറിച്ച് മുഅ്മിനുകളെ നമുക്കിങ്ങനെ കണക്കാക്കാൻ കഴിയും. സാധാരണയിൽ വെള്ളം തിളക്കുവാൻ ആവശ്യമായത് 100 ഡിഗ്രി ചൂടാണെങ്കിൽ പ്ലാറ്റിനം ചൂടാക്കുവാൻ, പ്ലാറ്റിനം കത്തുവാൻ 1200 ഡിഗ്രി ചൂട് മതിയത്രേ. എന്നാൽ ഇരുമ്പ് കത്തുവാൻ 300 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ ഇരുമ്പ് ഉരുകുമെന്നാണ്. എന്നാൽ ഖുർആൻ പറഞ്ഞുവല്ലോ, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനും കല്ലുകളുമാണെന്ന്. കല്ല് കത്തണമെങ്കിൽ 1.5 ലക്ഷം ഡിഗ്രി ചൂട് വേണമെന്നാണ്. ഈ സമയത്ത് മുഅ്മിനേ ഒന്ന് ചിന്തിക്കണേ, നരകത്തിന്റെ തീയിന്റെ ചൂടിനെ കുറിച്ച്. നരകത്തിൽ കത്തിയുരുകുന്ന കല്ല്, അത് 1.5 ലക്ഷം ഡിഗ്രി ചൂടുണ്ടാകുമ്പോൾ കല്ല് കത്തി ഉരുകുമെങ്കിൽ അതിനേക്കാളും കൊടിയ ചൂടിലല്ലയോ നരകത്തിൽ നമ്മെ കൊണ്ടുപോയി അള്ളാഹു അറിയുക. അള്ളാഹു നമുക്ക്
പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, ലൗ അന്ന ഖിറബൻ മിൻ ജഹന്നം ജുഇല വസ്തിൽ അർളി, നരകത്തിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം ഈ ദുനിയാവിന്റെ മധ്യത്തിൽ കൊണ്ടുവന്നു വെച്ചാൽ അതിന്റെ ദുർഗന്ധം മൂലം ഈ ദുനിയാവ് മുഴുവനും നശിച്ചു പോകും. മാത്രമല്ല വലൗ അന്ന ഖററതൻ മിൻ ഖററി ജഹന്നം, നരകത്തിലെ ഒരു തീപ്പൊരി ഈ ദുനിയാവിലേക്കൊന്ന് വീണു പോയാൽ അത് കിഴക്കിലാണ് വീണതെങ്കിൽ അതിന്റെ തീജ്വാല, അതിന്റെ ചൂട് പടിഞ്ഞാറ് വരെ എത്തുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം